ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇനി കുറച്ച് ദിവസത്തേന് വീഡിയോയിലൊന്നും കാണത്തില്ല. എൻ്റെ ഡിസ്കിന് ചെറിയൊരു പ്രശ്നമാണ്. ഞാൻ 2-3 ആഴ്ച കൊണ്ട് ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ വന്നതാണ്. ഞാൻ നാളെയും പോകണം. നാളെ പോയിട്ട് ഡോക്ടർ എന്തോ പറയുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇങ്ങോട്ടുള്ളൂ. പിന്നെ മറ്റവർ 2 പേരും ഉണ്ട്. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം. പിന്നെ പഴയ 2 വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ കാണും. പിന്നെ ബാക്കി മുന്നോട്ടുള്ള അവർ അതിൻ്റെ അകത്തുള്ളൂ. പിന്നെ ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ബാക്കിയെല്ലാം പോയിട്ടൊക്കെ വന്നിട്ട് എന്തോന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത്രയേ ഉള്ളൂ പറയാൻ. മറ്റവരെ സപ്പോർട്ട് ചെയ്യുക. അവരുടെ വീഡിയോ എല്ലാവരും കാണുക. ഇവരെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ്. മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്. അല്ല, ഇനിയിപ്പോൾ ഞങ്ങളുടെ വീഡിയോ ലതിക ചേച്ചി കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരിക്കത്തില്ല. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ലതിക ചേച്ചി ഞങ്ങളുടെ വീഡിയോയിൽ അഭിനയിച്ചിട്ടാണ് ലതിക ചേച്ചിക്ക് വയ്യാതെ വന്നേന്ന്. അങ്ങനെ കുറച്ച് ഇതിനെപ്പറ്റി ധാരണയില്ലാത്ത ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ ഇത് അഭിനയമാണെന്ന്. ചേച്ചിക്ക് ഡിസ്കിനും പിന്നെ ചേച്ചിയുടെ ഞരമ്പിനും കുറച്ച് പ്രശ്നമുണ്ട്. അതിൻ്റേതായിട്ടുള്ള ശാരീരിക പ്രശ്നമാണ് ചേച്ചിക്കുള്ളത്. അതുപോലെ മനസ്സിലാക്കാതെ കുറേ ആൾക്കാർ ഒപ്പിക്കുന്നത് ഞങ്ങളുടെ വീഡിയോയിൽ അഭിനയിച്ചിട്ടാണ് ചേച്ചിക്ക് വയ്യാതാവുന്നതെന്ന്. ഇയാൾക്കെന്ത് പറയാനുള്ള അതിനെപ്പറ്റി? ഞങ്ങളുടെ വീഡിയോ അഭിനയിച്ചിട്ടാണോ വയ്യാതെ വന്നത്? അങ്ങനല്ല, എൻ്റെ കാലിൻ്റെ നരമ്പിനായിരുന്നു പ്രശ്നം. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഡിസ്കിനും ചെറിയൊരു ഇതാണെന്ന് കണ്ടത്. അല്ലാതെ കാണുന്നവർക്ക് അറിയാമല്ലോ. കുറച്ച് നാളുകൾ ഇത് വേദന ഉണ്ടായിരുന്നു. നമ്മൾ അത്ര കാര്യമാക്കിയില്ല. അഭിനയിക്കാൻ വരുന്നതിന് മുമ്പേ എനിക്ക് വേദന, നമുക്ക് സ്വാഭാവികമായി വേദനയൊക്കെ ഒത്തിരി അങ്ങനെ ഉണ്ടായിരുന്നു. അല്ല, കാണുന്നവർക്ക് അറിയത്തില്ല ഇത് അഭിനയമാണോ ജീവിതമാണോ എന്തുവാണെന്ന്. ചിലർ പറഞ്ഞ വീഡിയോയിൽ അഭിനയിച്ച് വീണതുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചതെന്ന്. അത് ഈ വിവരമില്ലാത്ത ആൾക്കാരെ കണ്ട് ഇതില്ലാത്തവർ പറയുന്നത്. നമുക്കത് കാര്യമാക്കണ്ട. നമുക്കറിയാം ഇത് അഭിനയമാണോ എന്തുവാണെന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ വീഴുന്നതെല്ലാം അഭിനയിച്ച് കാണിക്കുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ വീഴുവായിരുന്നെങ്കിൽ എന്തെല്ലാം സംഭവിക്കേണ്ടതായിരുന്നു. ഇത് വെറും അഭിനയമാണ്. ഇതെനിക്ക് കുറച്ച് നാൾ കൊണ്ടുണ്ടായിരുന്നു. അഭിനയിക്കാൻ വരുന്നതിന് മുന്നേ എനിക്ക് കാലിന് വേദന ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഇതുകൊണ്ട് നമ്മൾ മരുന്നുകൾ അല്ലാതൊക്കെ കഴിച്ചു. ഇപ്പം എനിക്ക് വേദന കൂടി. ഞാൻ അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ഇതാണെന്ന് അറിഞ്ഞു. അല്ലാതെ മറ്റുള്ള കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ നാളെ പോകണം. പോയിട്ട് വരുമ്പോൾ എന്തുവാണെന്നറിയാം. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. പിന്നെ ഇതിൻ്റെ ഇതായിട്ട് നമുക്ക് അഭിനയിക്കുന്നു. പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെ, നമ്മളത് കാര്യമാക്കാൻ പോകണ്ട. നിങ്ങളതിനുള്ള ഒരു ഇതും കൊടുക്കണ്ട. എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ കാരണമാണ് ചേച്ചിക്ക് വയ്യാന്ന്. അതുകൊണ്ട് ഞങ്ങൾ കുറേ നാളായിട്ട് വീഡിയോ ഇടാതിരുന്നത് 1 മാസം. ഞങ്ങൾക്കത് ഒരുപാട് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി. അതുകൊണ്ടാണ് ചേച്ചിയുള്ള വീഡിയോ ഒന്നും പിന്നെ ഇടാൻ. ഞാൻ 2-3 വീഡിയോ ചേച്ചിയുള്ളത് കിടപ്പുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ വിവരമില്ലാത്ത കുറേ ആൾക്കാർ ഇനി ഇതുപോലെ പറഞ്ഞാലോ, ചേച്ചി വയ്യാതായിട്ട് ഇനി വന്ന് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞാലോ എന്ന് വെച്ചാൽ ഞങ്ങൾ വീഡിയോ ഇടാതിരുന്നത്. ഇപ്പം ചേച്ചിയുടെ ഫാമിലി ഒരുപാട് സപ്പോർട്ട് ചെയ്തു, വീഡിയോ ഇടാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ഇനി എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം ഞങ്ങൾക്ക്. ചേച്ചി ഇനിയും തിരിച്ചു വന്നാലും അഭിനയിക്കത്തില്ലേ? ഉറപ്പാണ്, ഞാൻ അഭിനയിക്കും. എൻ്റെ ഫാമിലി എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തീർച്ചയായും അഭിനയിക്കും. അപ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെ അവൾ ആശുപത്രിയിൽ പോവുകയാണ്. ഡോക്ടർ എന്തുവാ പറയുന്നതെന്ന് അറിയത്തില്ല. ഇനി ഇതിൽ നല്ല ഊർജ്ജത്തോടെ അവൾ തിരിച്ചു വരട്ടെ. ഇനി മുന്നോട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.